ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഇവിടെ ഒരു ലിസ്റ്റും അതിനോട് ചേർത്ത് ഫോർ ലൂപ്പും ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന പ്രവർത്തനക്രമം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൽ I എന്നുള്ളത് ഒരു ചരമാണ്. ആ ചരം റൊട്ടേഷനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ കളർ I എന്ന് കാണുന്നു. റൊട്ടേഷന് നിറം കൊടുക്കാനുള്ള നിർദ്ദേശമാണത്. ഇനി നമുക്കിതിന്റെ പ്രവർത്തനക്രമം ഓരോന്നായിട്ട് പരിശോധിക്കാം. പൈത്തൺ ഗ്രാഫിക് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. റൈറ്റ് 60 എന്ന് കൊടുത്തിരിക്കുന്നു. ആദ്യമായിട്ട് മൗസ് പോയിന്റർ 60 ഡിഗ്രി തിരിയുന്നു. തിരിഞ്ഞതിന് ശേഷം അടുത്ത നിർദ്ദേശം സ്വീകരിക്കുന്നു. നിർദ്ദേശം കളർ I എന്നാണ്. അതുകൊണ്ട് തിരിഞ്ഞതിന് ശേഷം റൊട്ടേഷന് നിറം കൊടുക്കുന്നു. ലിസ്റ്റിൽ ആദ്യം കാണുന്ന നിറമായിരിക്കും ആദ്യത്തെ റൊട്ടേഷന്റെ നിറം. ഇവിടെ ബ്ലൂ എന്നാണ് ആദ്യത്തെ നിർദ്ദേശം. അതുകൊണ്ട് നീല നിറമായിരിക്കും ആദ്യത്തെ റൊട്ടേഷന്. അതിനുശേഷം ഇവിടെ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നതിന്റെ നിർദ്ദേശം പ്രാവർത്തികമാക്കുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കുവാനുള്ള നിർദ്ദേശമാണ്. അപ്പോൾ ഇങ്ങനെ ചതുരം വരയ്ക്കുമ്പോൾ ആദ്യത്തെ ചതുരത്തിന് ലിസ്റ്റിലെ ആദ്യത്തെ നിർദ്ദേശം അനുസരിച്ച് ബ്ലൂ എന്ന കളറായിരിക്കും കൊടുക്കുക. അങ്ങനെ ഒരു വട്ടം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മുൻപ് ചെയ്ത അതേ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വട്ടം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഇവിടെ വരുന്നു. 60 ഡിഗ്രി തിരിയുന്നു. പിന്നെ കളർ I എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ബ്രൗൺ എന്നുള്ള കളർ സ്വീകരിക്കുന്നു. വീണ്ടും ഫോർ ലൂപ്പ് അനുസരിച്ച് ഒരു ചതുരം വരയ്ക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും റൈറ്റിലേക്ക് 60 ഡിഗ്രി തിരിയുന്നു. കളർ I എന്ന നിർദ്ദേശം അനുസരിച്ച് മൂന്നാമത്തെ നിറം സ്വീകരിക്കുന്നു. പിന്നീട് ചതുരം വരയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും 60 ഡിഗ്രി തിരിയുന്നു. കളർ I എന്ന നിർദ്ദേശം അനുസരിച്ച് ലിസ്റ്റിലെ നാലാമത്തെ നിറം സ്വീകരിക്കുന്നു. അതിനുശേഷം ആ നിറമനുസരിച്ച് ചതുരം വരയ്ക്കുന്നു. വീണ്ടും റൈറ്റിലേക്ക് 60 ഡിഗ്രി തിരിയുന്നു. കളർ I എന്ന നിർദ്ദേശം അനുസരിച്ച് അഞ്ചാമത്തെ നിറം സ്വീകരിക്കുന്നു. ചതുരം വരയ്ക്കുന്നു. ആറാമത്തെ വട്ടവും ഇതുപോലെ തന്നെ 60 ഡിഗ്രി തിരിയുന്നു. കളർ I എന്ന നിർദ്ദേശം അനുസരിച്ച് അടുത്ത നിറം സ്വീകരിക്കുന്നു. വീണ്ടും ചതുരം വരയ്ക്കുന്നു. ഇങ്ങനെ ലിസ്റ്റിൽ എത്ര കാര്യങ്ങളുണ്ട് അത്രയും വട്ടം പ്രവർത്തനം ആവർത്തിക്കുന്നു. നമുക്ക് പൈത്തൺ ഫയലിലേക്ക് തന്നെ പോകാം. ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ. ഇപ്പോൾ ഇത് സ്പീഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നിറം മാറുന്നത് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. സ്പീഡ് 1 എന്ന് കൊടുത്തു. ഫയൽ സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. ഓരോ വട്ടവും തിരിയുന്നതിനനുസരിച്ച് കളർ മാറുന്നത് ശ്രദ്ധിക്കുക. മൗസ് പോയിന്റർ തിരിയുന്നതിനനുസരിച്ച് ഓരോ നിറങ്ങൾ മാറി മാറി വരുന്നത് ശ്രദ്ധിക്കുക. തിരിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കളർ മാറുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ കാരണം ഇവിടെ റൈറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. അതിനുശേഷമാണ് കളർ നിർദ്ദേശം കൊടുത്തത്. ഇതേ നിർദ്ദേശത്തിന്റെ ക്രമം മാറ്റിക്കഴിഞ്ഞാൽ തിരിയുന്നതിന് മുമ്പ് തന്നെ കളർ മാറുന്നതാണ്. നമുക്കത് വ്യക്തമാകണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് കൊടുക്കണം. ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ തിരിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നു. ഫയൽ സേവ് ചെയ്തതിന് ശേഷം റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കറുപ്പ് നിറം തന്നെ. കാരണം കളർ I എന്ന നിർദ്ദേശത്തിന് മുൻപാണ് നമ്മൾ റൈറ്റ് 60 എന്ന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. നമുക്കിനി കളർ I എന്നുള്ളതിനെ റൈറ്റ് എന്നതിന്റെ മേലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്യുന്നു. റൈറ്റിന് മേലെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആദ്യത്തെ പ്രവർത്തന നിർദ്ദേശം ഇതാണ്, കളർ I എന്നുള്ളതാണ്. അപ്പോൾ തിരിയുന്നതിന് മുൻപ്, റൊട്ടേഷന് മുൻപ് തന്നെ
നിറം സ്വീകരിക്കും. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഫയൽ സേവ് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തിരിയുന്നതിന് മുമ്പ് തന്നെ നീല നിറമായി മാറി. ഇനി ഇവിടെ സ്റ്റോപ്പ് മായ്ച്ചു കളയുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തിരിയുന്നതിന് മുൻപ് തന്നെ കളർ മാറുന്നുണ്ട്. ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരിയുന്നതിന് മുൻപ് തന്നെയാണ് ഇവിടെ നിറം മാറുന്നത്. ഇവിടെ ആദ്യത്തെ ഫോർ ലൂപ്പും രണ്ടാമത്തെ ഫോർ ലൂപ്പും ഉപയോഗിച്ചിരിക്കുന്ന ടാബ് പൊസിഷനുകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നമുക്കിതൊന്ന് മായ്ച്ചിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് മായ്ച്ചു കളയുന്നു. എന്റർ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൗസ് പോയിന്റർ എത്തി നിൽക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇടതുഭാഗത്ത് ഒരു ടാബ് സ്പേസ് വിട്ടിട്ടാണ് മൗസ് പോയിന്റർ കാണുന്നത്. ഇനി അവിടെ RT എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിന്റെ ആംഗിൾ കൊടുക്കണം. ആംഗിൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലിസ്റ്റിൽ 6 നിറങ്ങളുണ്ട്. 6 × 60 ആണ് 360. അതുകൊണ്ട് 60 എന്ന് കൊടുത്തു. ഇനി ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ഇപ്പോൾ റൊട്ടേഷൻ മാത്രമാണ്. ഫയൽ സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 6 വട്ടം തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് കളർ കൊടുത്തിട്ടില്ല. നമുക്കിനി കളർ കൊടുക്കുവാനുള്ള നിർദ്ദേശം ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോഴും ശ്രദ്ധിക്കുക, എന്റർ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൗസ് പോയിന്റർ എത്തി നിൽക്കുന്ന പൊസിഷൻ ശ്രദ്ധിക്കുക. ഇനി അവിടെ കളർ ഏതിനാണ് കളർ കൊടുക്കേണ്ടത് എന്നാണ് ഇനി ടൈപ്പ് ചെയ്യേണ്ടത്. അത് ബ്രാക്കറ്റിൽ ഇവിടെ റൊട്ടേഷനാണ് കളർ കൊടുക്കുന്നത്. റൊട്ടേഷനെ സൂചിപ്പിക്കുന്ന ചരം I ആണ്. അതുകൊണ്ട് I എന്ന് കൊടുക്കുന്നു. കളർ I എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. സേവ് ചെയ്യുന്നു. റൺ കൊടുക്കുന്നു. തിരിഞ്ഞതിന് ശേഷം ഓരോ നിറങ്ങൾ സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞു. എന്റർ കീയിൽ അമർത്തുമ്പോൾ ടാബ് പൊസിഷൻ ശ്രദ്ധിക്കുക. എന്റർ കീയിൽ അമർത്തുന്നു. ഇനി ഇവിടെ അടുത്ത ഫോർ ലൂപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫോർ, ഇവിടെ I കൊടുത്തത് കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ചരമായിരിക്കണം അടുത്തത് കൊടുക്കേണ്ടത്. ജെയോ എച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചരമാണെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. തൽക്കാലം ഇവിടെ J എന്ന് കൊടുക്കുന്നു. 4J ഇൻ റേഞ്ച് എന്ന് കൊടുക്കുന്നു. ഇവിടെ 4 എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിൽ 4 എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ ഒരു കോളൻ ചിഹ്നം കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ മൗസ് പോയിന്ററിന്റെ സ്ഥാനം ശ്രദ്ധിക്കുവാൻ വേണ്ടി അവിടെ തൽക്കാലം കോളൻ ചിഹ്നം കൊടുക്കുന്നില്ല. എന്റർ കീ അമർത്തുകയാണ്. എന്റർ കീ അമർത്തിയപ്പോൾ ടാബ് പൊസിഷൻ ശ്രദ്ധിക്കുക. ടാബ് പൊസിഷൻ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ തെറ്റായിട്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ ഇനി കോളൻ ചിഹ്നം ചേർത്ത് കൊടുക്കാം. കോളൻ ചിഹ്നം ചേർത്ത് കൊടുത്തു. ഇനി എന്റർ കീയിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ടാബ് പൊസിഷൻ ശരിയായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി അവിടെ ചതുരം നിർമ്മിക്കുവാനുള്ള കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർവേഡ് എന്നുള്ളതിന് പകരം FD എന്ന് കൊടുത്തു. FD 100 എന്ന് കൊടുക്കുന്നു. എന്റർ അടിക്കുന്നു. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിയായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി റൈറ്റ് എന്നുള്ളതിന്റെ ചുരുക്കമായ RT എന്ന് കൊടുത്തു. ചതുരത്തിന് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് 90 ഡിഗ്രി കൊടുക്കുന്നു. മാത്രമല്ല 90 × 4 360 ആണ്. ഇത് സേവ് ചെയ്യുന്നു. ഫയൽ സേവ്. ഇനി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഇപ്പോൾ പാറ്റേൺ ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു.